പാഠം 875 ഒരു കൊടുങ്കാറ്റിന്റെ കഥ. അത് ശരി, നീ നിന്റെ ജുലാനെ ചുണിക്കണ. നിനക്ക് 10 മണിക്ക് കോടതിയിൽ പോയാൽ മതിയല്ലോ. പക്ഷേ കൃത്യം 9:38 ഇവിടുന്ന് പുറപ്പെടുന്ന ആളാണ് കെ മോഹനേഷ് സാർ. അപ്പൊ എന്റെ ഷട്ടിലെ ആദ്യം തയ്ക്കേണ്ടത്. പോരെ, ഇവിടെ കയറി വന്ന് ഈ ഡയലോഗ് അടിക്കുന്നതിന് മുന്നേ ഷർട്ട് മുണ്ടും തേച്ചോ നോക്കാനുള്ള ഒരു ക്ഷമ പോലും ഇല്ലല്ലോ എന്റെ മോനട്ടാ. ഇത് തീരെ ശരിയായിട്ടില്ലല്ലോ. ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. മുമ്പൊക്കെ നീ ഷർട്ട് മുണ്ടും തയ്ക്കുമ്പോ നല്ല ഭംഗിയായിരുന്നു. വൈകുന്നേരം ആയാലും ഒട്ടും ഉടയില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഉച്ചയാകുമ്പോഴേക്കും ഷർട്ട് 12 മണി പോലെ ആവും. അതെന്റെ കുഴപ്പം കൊണ്ടല്ല, ഈ ഷർട്ടിൽ മുക്കുന്ന പശയുടെ കുഴപ്പ്. നല്ല പശ കിട്ടിയിട്ടുണ്ട് ഷർട്ട് ഉടയാതിരിക്കും. അപ്പൊ നല്ല നോക്കി വാങ്ങണമായിരുന്നു. എങ്ങനെയായിരുന്നു? ഞാൻ തിന്നു നോക്കണായിരുന്നു. എന്നും വാങ്ങുന്ന പശ തന്നെയാണ് വാങ്ങിയത്. അത് കൊള്ളില്ലാന്ന് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. സാധാരണ ഉപയോഗിക്കുന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പശ വാങ്ങി ഷർട്ടിന് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പിന്നെ എന്നെ കൊല്ലും. എന്തു പറഞ്ഞാലും നിനക്കൊരു ന്യായം കാണും. പക്ഷെ ഇതൊന്നും കൊണ്ട് യാതൊരു കാര്യമില്ല. നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നത് ഇതെങ്ങനെ വരില്ലായിരുന്നു. ഒരു ഷർട്ടും മുണ്ടും നന്നായി തേക്കാൻ അറിയാത്ത നീ എങ്ങനെയാണ് ഭാമയെ കോടതിയിൽ പോയി കേസൊക്കെ വാദിച്ച് ജയിക്കുന്നത്? സ്വന്തം ഷർട്ട് മുണ്ടും അലക്കാനും തേക്കാനും അറിയാത്ത ഒരാൾക്ക് ഒരു വില്ലേജ് ഓഫീസ് ഭരിക്കാമെങ്കിൽ വക്കീലിന് കേസും വാദിക്കാം. അതുപോലെയാണത്. രണ്ട് കാര്യങ്ങളാ. എനിക്ക് ഇതുവരെ ഷർട്ടും മുണ്ടും തേക്കേണ്ടി വരാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് പഠിക്കുന്നത്. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ ചെറുപ്പം മുതൽ ഈ ഷർട്ട് മുണ്ട് വിടുന്ന ആളായത് കൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ പഠിച്ചത്. വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ഈ വിഷയം പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ ഞാനേ ജയിക്കൂ, അതില് സംശയം വേണ്ട. അതുകൊണ്ട് ഈ തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ട് മുണ്ട് വിട്ട് വേഗം ആഫീസിൽ പോകാൻ നോക്ക്. രാവിലെ ഭാര്യയോട് തോറ്റ് ആഫീസിൽ ചെല്ലുന്ന ഭർത്താക്കന്മാർ ജോലിയിലൊരു പരാജയമായിരിക്കുമെന്നാണ് വിവരമുള്ള ആളോട് പറയണേ. ഞാൻ പോട്ടാ, ഫോൺ എടുക്കട്ടെ. ഹലോ, അതെ സത്യഭാമയാണ്. സാറായിരുന്നോ? എന്താ സാർ രാവിലെ? സത്യാണോ സാർ? ആണോ? എന്റെ ഈശ്വരാ, ഞാൻ രക്ഷപ്പെട്ടു. ഓ സാർ, പറഞ്ഞോളൂ. അതെ സാർ. ശരി. ഓ, പിന്നെന്താ, ചെലവ് ചെയ്യാ സാർ. ഞാൻ ഓഫീസിലേക്ക് വന്നോട്ടെ? അതെ സാർ. ഓ ശരി സാർ. എന്റെ അമ്മോ മോഹനേട്ടാ, ഒരു ഭയങ്കര സംഭവം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ കാര്യം പറയാൻ വരും, ഇമ്മാതിരി തമാശ പറയരുത്. ഇപ്പൊ വിളിച്ച ആരാന്നറിയാമോ? സദാനന്ദൻ സാർ. ആണോ ഈ സംഭവം? ഈ സദാനന്ദൻ വക്കീലും മിക്കവാറും സമയത്ത് വിളിക്കാറില്ലല്ലേ? അതുപോലെ അല്ല ഇത്. ഇന്ന് സദാനന്ദ സാറ് വിളിച്ചു പറഞ്ഞ കാര്യമാണ് പ്രധാനം. മോഹനേട്ടൻ ടൗണിലെ ഹൈലൈറ്റ് കോർപ്പറേഷനെ പറ്റി അറിയാമോ? അവിടെ ഒരു ലീഗൽ അഡ്വൈസറുടെ തസ്തിക ഉണ്ടായിരുന്നു. വിദ്യാലക്ഷ്മി സത്യപാലനൊക്കെ അപേക്ഷ കൊടുത്ത കൂട്ടത്തിൽ ഞാനൊന്നും ജോലിക്ക് അപേക്ഷിച്ചു. അതിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്ത കാര്യം പറയാനാണ് സദാനന്ദ സാർ ഇപ്പൊ വിളിച്ചത്. ഇതാണോ വലിയ കാര്യം? പിന്നല്ലാതെ മോഹനേട്ടൻ അറിയാത്തോണ്ടാണ്. ഇനി മുതൽ ഹൈലൈറ്റിന്റെ എല്ലാ കേസുകളും വാദിക്കുന്ന ഞാനായിരിക്കും. ഓരോ കേസിനും അനുസരിച്ച് അതിന് ഫീസ് കിട്ടും. അതെ, പക്ഷേ എനിക്കിനി വേറെ കേസ് അന്വേഷിക്കേണ്ടി വരുന്നില്ലല്ലോ. ഹൈലൈറ്റിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ട്, ഫിനാൻസ് കമ്പനി ഉണ്ട്. അവിടുന്നൊക്കെയുള്ള കേസുകൾ എനിക്ക് കിട്ടില്ലേ? നിലവാരമില്ലാത്ത ഈ സൈസ് തമാശ പറയുന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഹൈലൈറ്റിന് മുഴുവൻ കേസുകൾ വാദിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന കേസുകളും എനിക്ക് വാദിക്കാം. അതൊരു ഭാഗ്യമല്ലേ? എനിക്കറിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ കേസിനും പ്രത്യേകം പ്രത്യേകം ഫീസ് തരിക എന്നത് മാത്രമല്ല അവർ ചെയ്യാൻ പോകുന്നത്. മാസം മാസം ഒരു നിശ്ചിത തുക ശമ്പളവും തരും. കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും. ചുരുക്കി പറഞ്ഞ മോഹനേട്ടനെ പോലെ
ഞാനും ഒരു മാസശമ്പളക്കാരിയായി. മേലിൽ മാസശമ്പളത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ പുറകെ വരരുത്. ഏതോ കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ മാസശമ്പളമായി കിട്ടുന്നെന്ന് കരുതി എല്ലാമായി നീ കരുതരുത്. 1,000-2,000 രൂപ കിട്ടുമെന്ന് കരുതി നീ എനിക്കൊപ്പം ആകുന്നത് എങ്ങനെയാ? ഈ 1,000-2,000 ആണെന്ന് ആരാ പറഞ്ഞത്? കുറഞ്ഞ പക്ഷം 10,000 രൂപയെങ്കിലും കിട്ടും. അതാണോ വലിയ കാര്യം? എന്താ? എനിക്ക് 25,000 രൂപയ്ക്ക് കൂടുതൽ മാസം കിട്ടും. അത് പോരാതെ പ്രമോഷൻ, ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ പെൻഷൻ, ഇതെല്ലാം കിട്ടും. എനിക്ക് പെൻഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പ്രമോഷൻ കിട്ടാൻ പാടില്ലെന്നില്ലല്ലോ മോനട്ടാ. എന്റെ പ്രശ്നം ഈ പെൻഷനും പ്രമോഷനും ഒന്നുമല്ല. ഒരു നിശ്ചിത മാസശമ്പളം ഉണ്ടെങ്കിൽ എന്റെ പല കാര്യങ്ങളും നടക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ലോൺ തരണമെങ്കിൽ നിശ്ചിത വരുമാനം വേണമെന്ന് അവർ പറയില്ലേ? വക്കീലന്മാർക്ക് എത്ര വലിയ ഫീസ് കിട്ടുമെങ്കിലും അതൊരു സ്ഥിര വരുമാനമല്ലാത്തതുകൊണ്ട് അവർ ലോൺ തരാൻ മടിക്കും. പക്ഷെ ഒരു നിശ്ചിത ശമ്പളമുള്ള ജോലിയാണെങ്കിൽ ലോൺ കിട്ടും. ലോൺ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മോഹനട്ടാ. മോഹനോട് പറഞ്ഞതൊക്കെ സാധിക്കാനുള്ള ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. 10,000-10,000 രൂപയുടെ വില സാധനം വേണമെങ്കിൽ എനിക്ക് എന്റെ ഫീസ് കൊണ്ട് വാങ്ങിക്കാം. അതിൽ കൂടുതൽ പൈസ വേണമെങ്കിൽ ലോൺ എടുക്കലേ വഴിയുള്ളൂ. മാസശമ്പളമുള്ള ഒരു ജോലിയുള്ള സ്ഥിതിക്ക് ഇനി എനിക്ക് ഏത് ബാങ്കും ലോൺ തരും. അപ്പോ ലോൺ വാങ്ങി കുടുംബം മുടിക്കാനാണ് അവളുടെ പരിപാടി. സമ്മതിച്ചെന്നെ. ഹലോ, ആ വിദ്യ, നീ ഒരു സംഭവം അറിഞ്ഞോ? സദാനന്ദ സാർ കുറച്ചു മുന്നേ വിളിച്ചതേ ഉള്ളൂ. ഏലിയ സാറിന്റെ ഹൈലൈറ്റ് കോർപ്പറേഷനിൽ നിന്ന് സദാനന്ദ സാറിനെ വിളിച്ചിരുന്നു എന്ന്. അവരെന്നെ നിയമിക്കാൻ തീരുമാനിച്ചു എന്ന്. അതേന്ന് സത്യമായിട്ടും കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല. ചെലവീന്ന് വരെ സദാനന്ദ സാറും പറഞ്ഞിരുന്നു. ഞാനത് ചെയ്യാതിരിക്കുവോ? എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. വിദ്യ ഒരു മാസശമ്പളക്കാരിയാവാന്ന് പറഞ്ഞ എന്റെ സ്വപ്നമായിരുന്നു. ഇനിയിപ്പൊ വേണ്ടെന്ന് വെച്ച എന്റെ സകല ആഗ്രഹങ്ങളും നടക്കുമല്ലോ. അതെ 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 അതെ, നിനക്കറിയാലോ എന്റെ ആഗ്രഹങ്ങളൊക്കെ. ആണോ? അതെന്താ സംഭവം? ആഹാ, എങ്കി പിന്നെ ഇനി ഒന്നും നോക്കാനില്ല, അത് വാങ്ങുക. ഒന്നോട് പറഞ്ഞേ. ടൊർണാഡോ AFE വില എന്താണെന്നറിയോ? അതൊന്നും എനിക്കിനി പ്രശ്നമല്ലല്ലോ. ആ പേരൊന്നോട് പറ. ടൊർണാഡോ AFE. ശരി ശരി, ഓക്കെ. എന്ത് വാങ്ങുന്ന കാര്യമാണ് നീ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാസശമ്പളം കിട്ടുമെന്ന് കരുതി കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങി പണം ധൂർത്തടിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. എന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങും. മോഹനോട് ഞാൻ പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. പൈസ കയ്യിലുണ്ടെന്ന് കരുതി എങ്ങനെയും അത് ചെലവാക്കാനുള്ള പരിപാടി ഞാൻ സമ്മതിക്കില്ല. നമസ്കാരം വക്കീലേ. തേക്കൻകാട്ടിലെ പത്മനാഭൻ തന്നു വിട്ടതാണ്. രാവിലെ തന്നെ വക്കീലിന്റെ കയ്യിൽ തരണമെന്നും പറഞ്ഞു. പിന്നെ ഈ പത്മനാഭന്റെ കേസ് ജയിക്കുവോ? അതെന്ത് ചോദ്യോത്തമ? അഡ്വക്കേറ്റ് സത്യഭാമ ഒരു കേസ് വാദിച്ചിട്ട് അത് തോറ്റുപോകുന്ന ഉത്തമന തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, പത്മനാഭ ഇതിനു മുമ്പ് ഈ കേസുമായി വേറെ പല വക്കീലിന്റെ അടുത്തും പോയതാണ്. അവരൊക്കെ പറഞ്ഞു ഈ കേസ് ജയിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്മനാഭ എന്റെ മുമ്പിൽ ഒന്ന് പെടുന്നത്. കേസ് ജയിപ്പിച്ചു തരാതെ വക്കീല് പറഞ്ഞതിന്റെ ആവേശത്തിലാണ് അവൻ. ഞാനൊരു കേസ് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഉത്തമനൊരു സംശയം വേണ്ട. അല്ലേലും എന്റെ സാമർത്ഥ്യത്തെ പറ്റി നിങ്ങൾക്കൊക്കെയാണല്ലോ ഒരു മതിപ്പില്ലാത്തത്. ടൗണിൽ റിയൽ എസ്റ്റേറ്റും ഫിനാൻസും ഒക്കെ നടത്തുന്ന ഹൈലൈറ്റ് കോർപ്പറേഷൻ പറ്റി ഉത്തമൻ അറിയാലോ? അത് കൊള്ളാം. ഹൈലൈറ്റിന് അറിഞ്ഞൂടാത്ത ആരാണുള്ളത്? അതിന്റെ ഉടമസ്ഥ ഏലിയ സാറിനെ ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഉത്തമൻ വേറെ 1-2 വട്ടം
മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനിനി മിക്കവാറും ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. ഏലിയ സാറിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് എന്നെ നിയമിച്ചു. നേരാണോ വക്കീലെ? കേസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും മാസം മാസം നിശ്ചിത തുക ശമ്പളം. ബാധിക്കുന്ന കേസിന് ഫീസ് വേറെ. അത് മാത്രമല്ല, ഞാൻ സ്വന്തമായി നടത്തുന്ന കേസൊക്കെ എനിക്ക് ഭാവിയിൽ നടത്താം. എന്റെ പൊന്നെ, അതിപ്പോ ലോട്ടറി അടിച്ച പോലെ ആയല്ലോ. ലോട്ടറി എന്ന് പറയുന്നൊരു ഭാഗ്യപരീക്ഷണമല്ലേ? ഇതങ്ങനെയല്ല. എന്റെ കഴിവ് സാമർഥ്യം ഒക്കെ അന്വേഷിച്ചറിഞ്ഞാണ് ഏലിയ സാർ എന്നെ നിയമിച്ചത്. എനിക്ക് കേസുള്ളപ്പോഴേ ഫീസ് കിട്ടൂ, അല്ലാത്തപ്പോ ഞാനേ ഈ ചാട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കാന്നായിരുന്നല്ലോ ഇവിടെയുള്ള ആ സാറിന്റെ സംസാരം. ഇനി മുതൽ മോഹനേട്ടനെ പോലെ ഞാനും ഒരു മാസ ശമ്പളക്കാരിയാണ്. അത് കൊള്ളാം. ഇനി ഞാനൊരു വെലസും ഓരോരോ കാര്യങ്ങളൊക്കെ മോഹനേട്ടന് വേണ്ടി കൈ നീട്ടുന്ന ഗതികേട് ഇനി എനിക്കുണ്ടാവില്ല. അത് ശരി തന്നെയാണ്. അയ്യോ, നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ ഉത്തമ, പത്മനാഭനോട് ഞാൻ വിളിച്ചേക്കൂന്ന് പറഞ്ഞേക്കൂ. ഇന്നെന്തായാലും എനിക്ക് സമയം കിട്ടില്ല. എന്താന്ന് വെച്ചാ കൃത്യം 10 മണിക്ക് തന്നെ ഹൈലൈറ്റ് കോർപ്പറേഷന്റെ ആഫീസിലെത്തി എനിക്ക് ഏലിയ സാറിനെ ഒന്ന് കാണണം. അതുകൊണ്ടാണ്. ശരി ശരി, അകത്തേക്ക് പോകാൻ കുറച്ച് വഴി തരൂ. വക്കീലിന് കോൾ അടിച്ചല്ലേ സാറേ? ഷോ, ഇനിയിപ്പൊ കേസൊന്നും കിട്ടിയില്ലെങ്കിലും വക്കീലിന്റെ കൈ നിറയെ കാശായിരിക്കും ശമ്പളമായിട്ട്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സാറേ. ഉത്തമന് ടൊർണാഡോ AFE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ് സാറേ? ടൊർണാഡോ AFE. ഞാനിത് എവിടെ കേട്ടിട്ടുണ്ട് കേട്ടാ. ചേട്ടാ, ഇത് എവിടെയാണെന്നാണ് ഓർമ്മ വരാത്ത. സാർ, എന്താണ് സംഭവം ഇത്? മാസശമ്പളമുള്ള ജോലി കിട്ടുമെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൾ പണം ധൂർത്തടിക്കാനുള്ള വഴി കണ്ടുപിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തൊക്കെയോ വാങ്ങിക്കാനുള്ള പരിപാടിയുണ്ട്. അതിലുള്ള ഒന്നാണ് ടൊർണാഡോ AFE. ഇതിപ്പോ ഡൊണാർഡോ അല്ലേ? ടൊർണാഡോ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേകതരം ചുഴലിക്കാറ്റാ. എനിക്ക് പിടികിട്ടി. ഈ പറയുന്ന സാധനം ഏറ്റവും പുതിയ ഒരു മോഡൽ TV ആണ്. ഇതിന്റെ പരസ്യം ഞാൻ എന്നും TV കാണാറുണ്ട്. ഇത്ര നീളം വരും, ഇവിടെ നിന്ന് ഇത്രയും പൊക്കവും വരും. കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടിട്ട് ആളുകൾ പേടിച്ചോടുന്നതും ബഹളം ഉണ്ടാക്കുന്നതൊക്കെയാണ് പരസ്യത്തില്. പിന്നെയാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് അത് TV-യിൽ നിന്നുള്ള ശബ്ദമാണെന്ന്. അത്രയ്ക്ക് ഒറിജിനൽ ആണെന്നാണ് പരസ്യത്തിൽ പറയുന്നത്. ഞാനൊരാഗ്രഹം പറയട്ടെ. എന്താ? നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലും TV ഇല്ലേ? നമുക്ക് ഒരെണ്ണം വാങ്ങാം. എന്തിന്? TV വാങ്ങുന്ന എന്തിനാണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരണം മോനട്ടാ. ഈ TV എന്ന് പറയുന്ന സാധനം ഒരു വലിയ പ്രശ്നമാണ്. TV ഉള്ള വീടുകളിലൊക്കെ എന്താ നടക്കുന്നത് നിനക്കറിയാമോ? വൈകുന്നേരം ആവുമ്പോ TV ഒക്കെ ഓൺ ചെയ്ത് അതിലേക്ക് നോക്കിയിരിക്കും വീട്ടിലുള്ളൊരു മുഴുവനും. പരസ്പരം മിണ്ടാട്ടമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ TV വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞ ശുദ്ധ വിവരക്കേടാണേ. കേരളത്തിലെ സകല വീടുകളുണ്ട് TV. ആ വീടുകളിലൊന്നും ഇതുവരായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. കാശ് മുടക്കാൻ വയ്യെങ്കിലേ അത് പറഞ്ഞാൽ മതി. നീ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു TVയുടെ ആവശ്യമേ ഇല്ല. ശരി, മോഹനേട്ടനായിട്ട് വാങ്ങണ്ട. മോഹനേട്ടന്റെ സഹായമില്ലാതെ ഒരു TV വാങ്ങാൻ എനിക്ക് പറ്റുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഞാൻ ഇവിടെ ഒരു TV വാങ്ങും. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ TV. സാർ എന്താണ് ആലോചിക്കുന്നത്? സംഭവം തന്നെ. അവൾ TV വാങ്ങാൻ കുറെ നാളെ വാശി പിടിച്ചോണ്ടിരിക്കുക. ഈ പറഞ്ഞ സാധനത്തിന് ഏകദേശം എത്ര രൂപയാവും? ഇപ്പോഴത്തെ പുതിയ TVയുടെ വിലയുടെ കാര്യമൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. എന്നാലും ഒരു 5000 അല്ല, 50,000 ഒരെണ്ണത്തിന്. സാറേ, എന്ത് സാറേ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഒരു TVക്ക് 50,000 രൂപയോ? ഓ എന്റെ സാറേ, ഇപ്പോഴത്തെ കാലത്തെ ഓരോ TV ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ TV ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല സാറേ, TV വാങ്ങാനേ മുഴുവൻ പൈസ കയ്യിൽ വേണമെന്നൊന്നും ഇല്ല. ഒരു 10,000-15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തുക ലോണായിട്ട് കിട്ടും. TV വാങ്ങി പണം ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിച്ചണക്കാണ്. ഞാൻ സമ്മതിക്കില്ല.
എനിക്ക് മനസ്സിലായി. അതൊന്നും ഇവിടെ നടക്കില്ല. എന്ത്? മാസശമ്പളമുള്ള ഒരു ജോലി കിട്ടുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ലോൺ എടുത്ത് ഓരോന്ന് വാങ്ങിക്കുന്ന കാര്യം നീ ആലോചിച്ചു. അങ്ങനെ ലോൺ എടുത്ത് ഓരോന്ന് വാങ്ങിയാൽ ഒടുവിൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ എന്നോട് പറയരുത്. 10 പൈസ തരില്ല. മോഹനോട് ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കില്ല മോനട്ടാ. എനിക്ക് മനസ്സിലാകാത്ത ഓരോരോ പേരുകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാമെന്ന് കരുതരുത്. എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായില്ലാണ് മോഹനട്ട് പറയണത്? ആമേ, ഈ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിയാൽ തന്നെ അത് ഈ വീടിനകത്ത് തന്നെ സമ്മതിക്കില്ല. എന്റെ അനുവാദമില്ലാതെ വാങ്ങിയാൽ അത് നിന്റെ വക്കീൽ ഓഫീസ് കൊണ്ട് ചാതി. ഇത് എവിടത്തെ ന്യായാണ് ഈ പറയണത്? എനിക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയാലേ പറ്റൂ. ഞാൻ അത് എന്തായാലും വാങ്ങും. നമുക്ക് കാണാം. 50,000 രൂപ കൊടുത്ത് പുതിയ TV വാങ്ങി വെച്ച് കാണാമെന്നുള്ളതിന്റെ മോഹം ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിരിക്കുള്ളൂ. മോഹം കഴിഞ്ഞു. ഞാൻ ഇറങ്ങുന്നു. അയ്യോ, കാപ്പി കുടിച്ചല്ലോ. ജാഗ്രത അയച്ചോളാം. ഓനടുത്ത് പൈസ മുഴുവൻ കളയാൻ വേണ്ടിയാണ്. ഹലോ, ആനന്ദക്കുട്ടനല്ലേ? ഞാനാ രാജപ്പൻ. എന്റെ വണ്ടി പിന്നെയും കേടായി. ഞാൻ ബഷീറിന്റെ തടിമിലിനടുത്തുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഒരാളെ പറഞ്ഞു വിട്ട് ഇതൊന്ന് നന്നാക്കിത്താ. എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. മണി 9:45. 10 മണിയാകുമ്പോഴേക്കും ആളിങ്ങെത്തണം. ശരി. നമസ്കാരം സാർ. നമസ്കാരം. ഇവിടെ ഈ നേരത്ത് ഒന്നും പറയണ്ടല്ലേ സാറേ. രാവിലെ ഒരു 100 കൂട്ടം കാര്യങ്ങളായി ഇറങ്ങിയതാ. കഷ്ടകാലത്തിന് ഇവിടെ വന്നപ്പോതേ വണ്ടി കേടായി. വർഷാപ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആനന്ദക്കുട്ടൻ ഉടനെ എത്തും. ഇതാ ഞാൻ പറയാറുള്ളത്, ഈ കാറൊക്കെ വാങ്ങി വെറുതെ പൈസ കളയരുതെന്ന്. ഒരാവശ്യം വന്നപ്പോ ഉപകരിച്ചില്ലല്ലോ. അങ്ങനെ സാറിന് പറയാം. കാരണം സാറിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആപ്പീസിൽ നിന്ന് ഇറങ്ങിയ വീട്, അതിന്റെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. ഈ കാറ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങാൻ പോവാ. ഒരു പുതിയ മോഡൽ കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന് വലിയ പണിയൊന്നുമില്ലെന്നാ കേട്ടത്. ഒരു 5-6 കൊല്ലത്തേക്കൊന്നും പേടിക്കണ്ട. ഇളയ ചെറുക്കൻ ഇന്നലെയും കൂടി അതിന്റെ പേര് പറയുന്ന കേട്ടു. എന്താ അതിന്റെ പേര്? ടൊർണാഡോ. എന്താ അങ്ങനെ എന്തോ ആണ്. പിന്നെ കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങളും. ടൊർണാഡോ AFE. സംഗതി കുറച്ച് വില കൂടുതലാ. പക്ഷെ അങ്ങനെയൊക്കെ നോക്കി ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. നല്ല കാറ് വേണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കണം. കാശ് നമ്മുടെ കൈ വേണ്ടല്ലോ. വണ്ടി വിലയുടെ 80% ലോൺ കിട്ടും. സാറെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വരട്ടെ. ടൊർണാഡോ AFE കാർ കൂടിയ കാറാണ്. ഇവനെന്താ ഇത്രയും നേരമായിട്ട് താമസിക്കുന്നേ? കാറ് വാങ്ങണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പ്രഭേ, കാശ് വേണ്ടേ. ഒരുവിധം ഭേദപ്പെട്ട കാറാണെങ്കിൽ കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും മുടക്കണം. അതിനെന്താ കാഞ്ഞ സാറേ, നിങ്ങൾ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? ലോൺ കിട്ടാൻ എന്താ പാട്? അതൊന്നും നടക്കില്ല പ്രഭേ. വീട് വെച്ചപ്പോ പ്രഹ്ലാദൻ ചേട്ടന്റെ പേരിൽ ലോൺ എടുത്തു. വീട്ടിലോണോ? പ്രഹ്ലാദൻ ചേട്ടന്റെ അനിയത്തിയുടെ കല്യാണ ആവശ്യത്തിന് എന്റെ പേരിൽ ലോൺ എടുത്തു. അത് ശരി. അത് രണ്ടും അടച്ചു തീർക്കാതെ ഇനി ഒരു ലോണിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. മോഹനേഷ സാറിന്റെ കാര്യോ ഭയങ്കരം. എത്ര രൂപ വേണമെങ്കിലും ലോണ് കിട്ടും. പക്ഷെ സാറ് ലോൺ എടുക്കില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ പുതിയൊരു കാർ എന്റെ വീട്ടുമുറ്റത്ത് കിടന്നേ. സ്വയംപ്രഭേ, സ്വയംപ്രഭ അവിടെ ഇരിക്കുന്നതും ഞാൻ അകത്തിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമ്മുടെ രണ്ടുപേരുടെയും മനോഭാവത്തിലുള്ള മാറ്റം. കാണുന്നതൊക്കെ വാങ്ങാൻ തോന്നുക, അതിനായി കടം വാങ്ങിക്കൂട്ടുക, ഒടുവിൽ വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക.
ഇതൊക്കെയാണല്ലോ നിങ്ങളൊക്കെ ശീലിച്ചിരിക്കുന്നത്. സാറിന് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഇത്തരം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് നടക്കുന്നത്. സാറിന്റെ ഭാര്യ പോലും അങ്ങനെ ആയിരിക്കും. സാറിനെ പേടിച്ചിട്ട് വക്കീൽ ഇതൊന്നും വാങ്ങാതെ കഴിയുന്നതായിരിക്കും. പക്ഷേ ഒരവസരം കിട്ടിയ വക്കീല് ഞങ്ങളെ പോലെ തന്നെ ആവും സാറേ. ഹലോ. അതെ അതെ, രാജീവനാണ്. ആ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല, ഏത് കാറിന്റെ കാര്യമാണ് സാറ് പറയുന്നത്? ഓ, മനസ്സിലായി. സാർ, അതിന്റെ വില ഏകദേശം ഒരു 9 ലക്ഷം അടുപ്പിച്ച് വരും. കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാൻ ഓഫീസിലെത്തിയിട്ട് പറയാം. ഹേയ്, ആ കാർ നല്ല ഒന്നാം തരം കാറല്ലേ? നമ്മുടെ അഡ്വക്കേറ്റ് സത്യഭാമ അറിയോ? അതെ അവര് തന്നെ. ഇന്നലെ ഞാൻ സദാനന്ദം വക്കീലിനെ കാണാൻ പോയപ്പോ അഡ്വക്കേറ്റ് സത്യഭാമ പറയുക ആ കാർ ഒരെണ്ണം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ലോണൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാലോ, മാസശമ്പളം ഉള്ളവർക്കേ ലോൺ കിട്ടുള്ളൂ. വക്കീലിന്റെ ഹസ്ബൻഡ് ഒരു വില്ലേജ് ഓഫീസറാ. അങ്ങേരുടെ പേരിൽ ഒരു ലോൺ എടുത്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അവര് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ എന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കേ. ഓ, ഓക്കെ സാർ, താങ്ക് യു സാർ. എന്താ പേര്? രാജീവൻ. എന്താ ജോലി? ഞാനൊരു ഓട്ടോമൊബൈൽ ഷോറൂമിലെ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ്. എന്താ കാര്യം? വെറുതെ ചോദിച്ചതാ. ഈ അഡ്വക്കേറ്റ് സത്യഭാമ ഉടനെ കാർ വാങ്ങാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? വക്കീലിന്റെ കക്ഷിയാണോ? അങ്ങനെ പറയാം. വക്കീലിന് കാറ് വാങ്ങണമെന്നുണ്ട്. പക്ഷെ അവരുടെ കെട്ടിയവ സമ്മതിക്കുന്നില്ലെന്നേ. ആളൊരു ഭൂലോക പിശുക്കനാണെന്നാ പറയുന്നേ. പിന്നെ വക്കീലിനാണെങ്കിൽ സ്ഥിര വരുമാനം ഇല്ലല്ലോ. അതുകൊണ്ട് ലോൺ കിട്ടാൻ പാടാ. മാഡത്തിന് മാസശമ്പളമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലേ എപ്പോഴേ കാറ് വാങ്ങിയനെ. ലോണൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊടുക്കില്ലായിരുന്നോ? അപ്പൊ കാറ് വാങ്ങാൻ തന്നെയാണ് പരിപാടി. ഓ, ആ കാറിന് എന്ത് വിലയാവോ? കിട്ടി. ഇതാണ് ആ നമ്പര്. സ്വയംപ്രഭേ, ഞാൻ നേരത്തെ വന്നു കയറിയപ്പോ നിങ്ങള് എന്ത് വാങ്ങുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നേ? അത് കാച്ചിര സാറിന്റെ കാർ വാങ്ങുന്ന കാര്യോ? വാങ്ങുന്ന കാര്യമല്ല സർ, ഒരു കാറ് വാങ്ങാനൊന്നും പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. പ്രഹ്ലാദ് സാറിന്റെ പേരിൽ വീട്ടു ലോൺ, കാഞ്ചന സാറിന്റെ പേരിൽ വേറൊരു ലോൺ. അതിനിടയിൽ എങ്ങനെ സാറേ വീണ്ടും ഒരു ലോൺ എടുക്കുന്നത്? അതുകൊണ്ട് കാറ് വാങ്ങുന്ന കാര്യം നടക്കില്ല എന്ന് കാഞ്ചന സാർ പറയായിരുന്നു. കാഞ്ചന ഏത് കാറാണ് വാങ്ങാനിരുന്നത്? കയ്യിൽ കാശില്ലാതെ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ സർ കാര്യം? ആദ്യം കാശുണ്ടാവട്ടെ, അത് കഴിഞ്ഞ് അന്വേഷിക്കാലോ ഏത് കാറ് വാങ്ങണോന്ന്. എനിക്കിപ്പോ കാർ വാങ്ങാനുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ പുതിയതായി ഇറങ്ങുന്ന എല്ലാ കാറുകളെ കുറിച്ചും എനിക്കറിയാം. പത്രത്തിൽ വരുന്നതൊക്കെ ഞാൻ വായിക്കും.
ടിവിയിലെ പരസ്യവും കാണും. എന്നാ ഈ ടൊർണാഡോ എന്ന് പറയുന്ന കാരണം എത്ര രൂപയാവും? ടൊർണാഡോയോ? ടൊർണാഡോ AFE ഒരു പുതിയ കാറാ, വലുതാ. അതിന്റെ പരസ്യമൊന്നും സ്വയംപ്രഭ കണ്ടിട്ടില്ല? നമ്മുടെ നാട്ടിലെ സകലമാന കാറിന്റെ പരസ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടൊർണാഡോ എന്ന കാറിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല സാർ. ഇത് സ്വയംപ്രഭ പറഞ്ഞാൽ മതിയോ? അങ്ങനെ ഒരു കാരണം എനിക്ക് ഉറപ്പാണല്ലോ. സ്വയംപ്രഭ പരസ്യം കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു കാറേ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു കാർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ. ഞാൻ പരസ്യം കണ്ടിട്ടില്ല എന്നേ പറഞ്ഞു. ശിശുപാല, ഈ ശിശുപാലൻ അങ്ങനെ ഒരു കാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ ഈ ടിവിയിലെ പരസ്യമൊന്നും കാണാറില്ല. കഷ്ടം. കാറ് മേടിക്കാനുള്ള ആഗ്രഹം ആകാശത്തോളം ഉണ്ട്, പക്ഷെ ഒരു കാറിനെ പറ്റി അറിയില്ല. കഷ്ടം. വെറുതെ രാവിലെ ഇറങ്ങിക്കോളും. സാർ, ടൊർണാഡോ എന്ന പേരില് ഒരു കാറുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ പേരില് ഒരു AC ഉണ്ട് സാർ. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തണുപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു ACയുടെ പരസ്യം ഞാൻ എന്നും കാണാറുണ്ട്. ഇപ്പം മഴക്കാലമായോണ്ട് ഓഫ് സീസൺ ഡിസ്കൗണ്ടില് ചെറിയ തുകയ്ക്ക് ആ AC കിട്ടും സാർ. ഭുവനേശ്വർ സാർ AC വാങ്ങിയത് തന്നെ. ഒരു ഫാൻ വാങ്ങാൻ പോലും കാശ് മുടക്കാത്ത ആളാ AC വാങ്ങാൻ പോകുന്നത്. ആ മുറ്റത്തേക്കുന്ന ചെടിയൊക്കെ നല്ല വാട്ടമുണ്ട്. നീ ചെടികൾ നനയ്ക്കാറില്ലേ? മഴക്കാലല്ലേ മോഹനട്ടാ, ഇപ്പോഴൊന്നും നനയ്ക്കേണ്ട കാര്യമുണ്ടോ? മഴക്കാലാണെന്ന് പേരല്ലേ ഉള്ളൂ. മഴ വീട് ദിവസത്തിലായി. മഴക്കാലമാണെന്ന് പറഞ്ഞ ചെടി നനയ്ക്കാതിരുന്നാൽ അതെല്ലാം കരിഞ്ഞു പോകും. ആ, അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്ത്. ടൗണിലെ സിഗ്മ എന്റർപ്രൈസസില് മഴക്കാലം പ്രമാണിച്ച് ACക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുക. 40,000 രൂപയുടെ AC 32,000 രൂപയ്ക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് അല്ല, ഇപ്പൊ ഒരു AC വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുകാലം ആകുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ടിരിക്കാലോ. ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? 8,000 രൂപ മോഹനട്ട ഒരു ACയിൽ കുറവ് വരുന്നത് അതൊരു ചെറിയ കാര്യമാണോ? AC വാങ്ങാതിരുന്നാൽ 32,000 രൂപയിൽ ലാഭിക്കാമല്ലോ. കഴിഞ്ഞ വേനൽക്കാലത്തെ ചൂട് മോഹനട്ടന്റെ ഓർമ്മയുണ്ടല്ലോ. ഇനി അങ്ങോട്ട് ചൂട് കാലത്ത് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആളുകളൊക്കെ AC വാങ്ങി വെച്ചത് കൊണ്ടാണ് ചൂട് കൂടിയത് എന്ന് നിനക്കറിയാമോ? എന്നിട്ടിപ്പോ ആ ചൂട് കുറയ്ക്കാനായി നമ്മളും AC വാങ്ങുന്നു. നമ്മൾ AC വാങ്ങിക്കഴിയുമ്പോ ചൂട് പിന്നെയും കൂടും. കാശ് മുടക്കാൻ കഴിയില്ലെങ്കിൽ അത് പറ. മോഹനട്ടൻ AC വാങ്ങണ്ട, തീർന്നല്ലോ. എനിക്ക് പൈസ കിട്ടുമല്ലോ, അന്ന് ഞാനൊരു AC വാങ്ങിച്ചു വെച്ചോളാം. അപ്പൊ AC ആണ് അവളുടെ പ്രശ്നം. അതെങ്ങനെ മുടക്കാൻ പറ്റും? ഭാമേ, മോഹനട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ. ഈയിടെയായിട്ട് വൈകുന്നേരങ്ങളിൽ നല്ല സ്പീഡിലാണല്ലോ മോഹനട്ടൻ നടപ്പ്. എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ വന്നത്. എന്താണ്? ഞാനൊരു പിശുക്കനാണെന്നും അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നൊക്കെ നീ പലപ്പോഴും പറയാറുണ്ട്. അതിലൊന്നും സത്യത്തിൽ ഒരു വാസ്തവവുമില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അനാവശ്യമായി ചെലവാക്കി കളയരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഇങ്ങനെയാണ് മോഹനട്ട അനാവശ്യമാവുന്നത്. അങ്ങനെ അനാവശ്യമായ സാധനങ്ങൾ ഞാൻ വാങ്ങിയതിന്റെ ഒരു കണക്ക് മോഹനട്ടൻ പറഞ്ഞതാ. അപ്പോ ഞാൻ നിയന്ത്രിക്കുന്നതുകൊണ്ടാണല്ലോ നീ പൈസ കളയാതിരിക്കുന്നത്. മോഹനട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അതാദ്യം പറ. ഈ വീട്ടിൽ ഒരു TV വാങ്ങണമെങ്കിൽ അതിനുള്ള പൈസ എന്റെ കയ്യിലുണ്ടല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണല്ലോ ഞാനത് സമ്മതിക്കാതിരിക്കുന്നത്. പിന്നെ
AC യുടെ കാര്യം. ഹ? AC വാങ്ങുമ്പോ അതിനുള്ള പണം മാത്രമല്ലല്ലോ പോകുന്നത്. മാസാമാസം കറണ്ട് ചാർജ് പോവും. ഉം. പിന്നെ AC ഉപയോഗിക്കുന്നുണ്ടുള്ള അന്തരീക്ഷ മലിനീകരണം. TV വാങ്ങുന്ന കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷെ ഇപ്പൊ ഞാൻ TV വാങ്ങാൻ പോവല്ലോ. അപ്പൊ TV അല്ല. പിന്നെ ഇപ്പൊ വാങ്ങിയ AC യുടെ വില കുറെ നേരത്തെ അത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ AC വാങ്ങുന്നില്ല. അപ്പൊ കാർ തന്നെ. നിനക്കറിയാലോ ഭാമേ, എനിക്ക് വേണമെങ്കിൽ ഒരു കാറോ ബൈക്കോ ഒക്കെ വാങ്ങി അത് കയറി ആഫീസിൽ പോകുന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷെ ഞാനത് ചെയ്തെന്താ? കാറ് വാങ്ങാനുള്ള പണം, പിന്നെ പെട്രോൾ അടിക്കാനുള്ള പണം ഒക്കെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് പോവില്ലേ? അത് മാത്രമല്ല, എന്നും കാറിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടത്ര വ്യായാമം കിട്ടാതെ രോഗികളായി പോവുകയും ചെയ്യും നമ്മൾ. അതിന് കാർ വാങ്ങുന്ന ആരാ പറഞ്ഞത്? കാറുമല്ലേ? എന്താ വാങ്ങാൻ പോന്നെ? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്ത് വാങ്ങുന്ന കാര്യമാണ് മോഹനേട്ടൻ ഈ പറയുന്നത്. നീ രാവിലെ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞല്ലോ എന്തോ വാങ്ങുന്ന കാര്യം. എന്ത്? ടൊർണാഡോ AFE. എന്ത്? ടൊർണാഡോ AFE. എന്താ ഇരിക്കുന്നേ? നീ പറഞ്ഞത് ഞാൻ കേട്ടാ. രാവിലെ ഷർട്ട് മുണ്ട് തേച്ച് തന്നപ്പോ മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, നല്ല പശ വാങ്ങി നോക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഷർട്ട് തേച്ചിട്ട് ശരിയാവാത്തതെന്ന്. രാവിലെ വിദ്യ വിളിച്ചപ്പോ തുണിയിൽ മുക്കുന്ന പുതിയൊരു തരത്തിലുള്ള പശയുടെ കാര്യം പറഞ്ഞു. ടൊർണാഡോ AFE. AFE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ വാഷ് ഫാബ്രിക് എൻഹാൻസർ. വിദ്യ അത് നോക്കി ഉപയോഗിച്ച് നോക്കിയപ്പോ കൊള്ളാമെന്ന് തോന്നി. അവിടെ എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ വിദ്യയായിട്ട് സംസാരിച്ചത് ഒളിച്ചു നിന്ന് കേട്ട് ഇന്നൊരു ദിവസം മുഴുവനും അതെന്തോ ആനയാണെന്നോർത്ത് മോനപ്രയാസപ്പെട്ട് നടക്കുമായിരുന്നു. ഒറ്റോടാ പാവന്റെ മോനോട്ടൻ. ഈ ക്ഷീണം മാറ്റാനായിട്ട് നല്ലൊരു ചായ തരട്ടെ. ഒരു ചായ കൊണ്ട് ക്ഷീണം തീരില്ല. അപ്പൊ ഒരു 5 എണ്ണം. 2. ആ, ഇല്ലാത്ത കാര്യങ്ങൾ ഭാവിച്ചുണ്ടാക്കുന്നതിനെ നമ്മൾ കഥയെന്നോ ഭ്രാന്തെന്നോ സൗകര്യം പോലെ വിളിക്കും. ഭാര്യ വാങ്ങാൻ പോകുന്നത് എന്താണെന്ന് വില്ലേജ് ഓഫീസർ ഭാവിച്ചു കൂട്ടിയതിനെ കഥയെന്നാണോ ഭ്രാന്തെന്നാണോ വിളിക്കേണ്ടതെന്ന തീരുമാനം പ്രേക്ഷകർക്ക് വിട്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു. നുണ പറയുന്നത് നല്ലതല്ല. മോഹനേട്ടൻ ഒരു ധാരണയുണ്ട്. മോഹനേട്ടൻ കാശ് ചെലവാക്കുന്നല്ല മാന്യമായിട്ട് മര്യാദയ്ക്കും. ഞാനൊരു നാരങ്ങാള് വാങ്ങി കുടിച്ചാലോ അത് ദൂർത്തു. പക്ഷേ ചില നേരത്ത് ആരും നുണ പറഞ്ഞു പോകും. ഞാൻ ചെയ്തൊരു കാര്യത്തിന് ഇത്രയും പൂഴ്ത്തി സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരു നുണക്കഥ